കണ്ണൂരിലെ KSU പ്രതിഷേധത്തിനിടെ മന്ത്രി വീണ ജോർജിനെ വധിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ പ്രോസിക്യൂഷന് തിരിച്ചടി. പ്രതിഷേധിച്ച KSU പ്രവർത്തകരുടെ കയ്യിൽ ആയുധം ഉണ്ടായിരുന്നില്ലെന്ന് തലശ്ശേരി സെഷൻസ് കോടതി. കൈവശം ഉണ്ടായിരുന്നത് കരിങ്കൊടി മാത്രം. വീണ ജോർജിന്റെ മൊഴിയെടുക്കാത്തത് അസ്വാഭാവികമെന്നും ജാമ്യ ഉത്തരവിൽ കോടതിയുടെ വിമർശനം. ജാമ്യം ലഭിച്ച KSU നേതാക്കൾ നാളെ പുറത്തിറങ്ങും. നിഖിൽ അളവൂർ ചേരുകയാണ് കണ്ണൂരിൽ നിന്ന്. നിഖിൽ, എന്തായാലും ജാമ്യം ലഭിച്ചു എന്നത് മാത്രമല്ല, പ്രോസിക്യൂഷന് കടുത്ത വിമർശനവും ഉന്നയിച്ചാണ് കോടതിയുടെ ഉത്തരവ്. രുചിച്ച് തീർച്ചയായും ഇത്തരത്തിൽ നിരവധി കാര്യങ്ങൾ ഈ വിധിപ്പകർപ്പിന്റെ ഭാഗമായി ഉണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മന്ത്രിക്ക് ആയുധം ഉപയോഗിച്ചുള്ള അക്രമത്തിൽ പരിക്കേറ്റു എന്ന പ്രോസിക്യൂഷൻ വാദത്തെ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് കോടതിയുടെ വിധിയിൽ പറയുന്നുണ്ട്. അതിൽ എടുത്തു പറയുന്നത് ഈ മന്ത്രിയുടെ വൂണ്ട് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ഹാജരാക്കിയിട്ടില്ല. മാത്രമല്ല, ഈ മന്ത്രിക്ക് ആയുധം ഉപയോഗിച്ചുള്ള അക്രമത്തിൽ പരിക്കേറ്റു എന്ന് തെളിയിക്കാനുള്ള ഒരു തരത്തിലുള്ള മെഡിക്കൽ രേഖകളും മന്ത്രിയുമായി ബന്ധപ്പെട്ട് സമർപ്പിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. മറ്റൊന്ന്, ഈ മന്ത്രിയുടെ ഗൺമാനും ഒപ്പം തന്നെ നിരവധി പോലീസുകാരും ഈ സംഭവ സമയത്ത് തന്നെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ആ സമയത്ത് ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും ഈ സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് 7 മണിക്കൂറിന് ശേഷമാണ് എന്ന കാര്യം കോടതി ഈ വിധിപ്പകർപ്പിൽ എടുത്ത് പറയുന്നുണ്ട്. മറ്റൊന്ന്, ഈ ആയുധം എന്ന രീതിയിൽ ഒന്നും തന്നെ കണ്ടെത്താനായിട്ടില്ല. ആകെ ഒരു കൈ മാത്രമാണ് ഈ പ്രവർത്തകരുടെ കയ്യിൽ ഉണ്ടായിരുന്നത് എന്നുകൂടി പറയുന്നുണ്ട്. ഏതായാലും ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ പ്രവർത്തകർക്ക് ജാമ്യം അനുവദിച്ചത്. എന്നാൽ ഈ ജാമ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപാധി അടുത്ത ബന്ധുക്കളിൽ ഒരാൾ ജാമ്യം നിൽക്കണം, ആൾജാമ്യത്തിൽ പുറത്തിറങ്ങാം എന്നതായിരുന്നു. എന്നാൽ ഇവരെ നിഖിൽ, എന്തായാലും നാളെ ആയിരിക്കും ഈ പ്രവർത്തകർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുക.